കൊല്ലത്ത് നടക്കുന്ന CPIM സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരള രേഖയിൽ ചർച്ച പുരോഗമിക്കുകയാണ്. തുടർന്ന് പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ മറുപടി നൽകും. മുഖ്യമന്ത്രിയും PB അംഗവുമായ പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരളത്തെ നയിക്കാൻ പുതുവഴികൾ എന്ന രേഖയിന്മേലുള്ള ചർച്ചയാണ് പുരോഗമിക്കുന്നത്. കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം മറികടക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമങ്ങൾ ശ്ലാഘനീയമാണെന്ന് പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. ക്ഷേമ പ്രവർത്തനങ്ങൾ തുടരേണ്ടതിന്റെ ആവശ്യകതയും ചർച്ചയിൽ ഉയർന്നുവന്നു. നവകേരള രേഖയിലുള്ള ചർച്ച പൂർത്തിയായാൽ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്കുള്ള മറുപടിയാണ് തുടർന്നുള്ള അജണ്ട. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ചർച്ചയ്ക്കുള്ള മറുപടി നൽകും. നവകേരള രേഖയിലുള്ള ചർച്ചയ്ക്ക് സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഞായറാഴ്ച മുഖ്യമന്ത്രി മറുപടി നൽകും. സമ്മേളന സമാപന റാലിയും പൊതുസമ്മേളനവും വിജയിപ്പിക്കുന്നതിനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് സംഘാടക സമിതിയും പാർട്ടി പ്രവർത്തകരും. നവകേരള രേഖയിന്മേൽ നടക്കുന്ന ചർച്ചകൾ ഭാവി കേരളം രൂപപ്പെടുത്തുന്നതിൽ നിർണായകമാകും. സമ്മേളന നഗരിയിൽ നിന്നും ടീം കൈരളിക്കൊപ്പം M സന്തോഷ്. സമ്മേളന നഗരിയിൽ നിന്ന് S ഷീജ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായി. ഷീജ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരളം വികസന രേഖ, അതിന്മേലുള്ള ചർച്ച പുരോഗമിക്കുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നാളത്തെ കേരളം എങ്ങനെയായിരിക്കണം, അതിന്മേൽ ഏത് തരത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്, അങ്ങനെ ഒരുപാട് കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വയ്ക്കുന്ന രേഖയാണ്. അതിന്മേലുള്ള ചർച്ചയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, പാർട്ടിയുടെ കഴിഞ്ഞ 3 വർഷത്തെ പ്രവർത്തനങ്ങളിന്മേൽ സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ട്, ആ ചർച്ചയ്ക്കുള്ള മറുപടിയും ഇന്നുണ്ടാകും. ഇന്നത്തെ സമ്മേളന സംഘടനാ നടപടിക്രമങ്ങൾ തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഏറെ നിർണായകമായ ഒരു ദിവസം തന്നെയാണ് CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച രാവിലെ തന്നെ പൂർത്തിയായി കഴിഞ്ഞു. തുടർന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച പുതുവഴികൾ, അതായത് കേരളത്തിന്റെ വികസന രേഖയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൊതുചർച്ചയിലേക്ക് കടന്നത്. ക്രിയാത്മകമായ ചർച്ച തന്നെയാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഉച്ചയൂണിന് വേണ്ടി സമ്മേളനം പിരിയുന്നതായിരിക്കും. അതിനുശേഷം ചേരുമ്പോൾ വീണ്ടും പൊതുചർച്ച തുടരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഏത് രീതിയിലായിരിക്കണം ഭാവി കേരളം എന്നുള്ളൊരു കാഴ്ചപ്പാട്, അത് തന്നെയാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ച ഈ വികസന നയരേഖയിലുള്ളത്. അത് മുഖ്യമന്ത്രി തന്നെ ഇത് ഈ രേഖ അവതരിപ്പിക്കുമ്പോൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. അതിന്മേൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പ്രതിനിധികൾ ഓരോരുത്തരായി അഭിപ്രായം പറയുന്നതും. ഏതായാലും ഇതിൽ മുന്നോട്ട് വയ്ക്കുന്ന പാർട്ടി CPIM എന്ന് പറയുന്ന പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത് കേരളം അതായത് വികസിത രാജ്യങ്ങൾ, അതോടൊപ്പം തന്നെ അർദ്ധവികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ഒരു ജീവിത നിലവാരമുണ്ട്. ആ നിലവാരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരവും ഉയരുക എന്നുള്ളതാണ് CPIM എന്ന് പറയുന്ന പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാം, കാലങ്ങളായി തന്നെ CPIM എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ രീതിയിലുള്ള വികസന നയരേഖകൾ ചർച്ച ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. അത് ആ രീതിയിലുള്ള മാറ്റമാണ് അതിനനുസരിച്ച് അതാത് സമയങ്ങളിൽ LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്നതും. കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായ മാറ്റം വിലയിരുത്തിക്കൊണ്ടാണ് തുടർന്ന് ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള ചർച്ച നിലവിലിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു നിർണായകമായ കാര്യം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സമ്മേളനത്തിന്റെ ഭാഗമായി ഉണ്ടാകേണ്ടത് കഴിഞ്ഞ ദിവസം ആരംഭിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച. അത് ഇന്ന് രാവിലെയോടുകൂടി പൂർത്തിയായിരുന്നു. അതിനുള്ള മറുപടി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ മറുപടി നൽകുന്നതായിരിക്കും. പ്രധാനമായും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ ഏറ്റെടുക്കേണ്ട പ്രക്ഷോഭങ്ങൾ, അതടക്കമുള്ള കാര്യങ്ങൾ സമഗ്രമായി തന്നെ ചർച്ചയിൽ വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതിനെതിരെയും കടുത്ത പ്രക്ഷോഭം ഉയരേണ്ടതുണ്ട് എന്നുള്ളൊരു പൊതുവികാരം സമ്മേളനത്തിൽ ഈ ചർച്ചയ്ക്കിടയിലൊക്കെ ഉയർന്നു വന്നു എന്നുള്ളതും ഏറെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്. ഏതായാലും മറുപടി ഇന്ന് സംസ്ഥാന സെക്രട്ടറി തന്നെ പറയും. അതിനുശേഷം ഏതായാലും ഇന്നും വാർത്താ സമ്മേളനം സംസ്ഥാന സെക്രട്ടറിയുടേത് ഉണ്ടാകും. അതിൽ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കുകയും ചെയ്യും. ഏതായാലും ഇനിയിപ്പോൾ നാളെയോടുകൂടി സമ്മേളനം അവസാനിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ കൊല്ലം ജില്ലയിൽ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം നാളെ റെഡ് വോളണ്ടിയർ മാർച്ച് അടക്കമുണ്ട്. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി ആ രീതിയിൽ റെഡ് വോളണ്ടിയർ മാർച്ചിനുള്ള ക്രമീകരണങ്ങൾ, പൊതുസമ്മേളനത്തിലുള്ള ക്രമീകരണങ്ങൾ ഒക്കെ തന്നെ സംഘാടക സമിതിയും പാർട്ടി പ്രവർത്തകരും ആവേശത്തോടു കൂടിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് കൂടിയാണ് കൂട്ടിച്ചേർക്കാനുള്ളത്. മനു. ശരി ഷീജ, സമ്മേളന നഗരിയിൽ നിന്ന്, കൊല്ലത്ത് നിന്ന് ഈ സമഗ്രമായ വിവരങ്ങൾ നമുക്ക് നൽകിയത്.